വിമർശനത്തോട് അസഹിഷ്ണുതയോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ഇത് ഒരു 5-6 തവണയായല്ലേ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ ഈ വിഷയം? നമ്മൾ ചർച്ച ചെയ്താലും അത് മാധ്യമങ്ങളുടെ അസഹിഷ്ണുത എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണെങ്കിൽ നമ്മൾ ഇത്ര കാര്യമായിട്ട് അവരെയൊക്കെ ഇങ്ങനെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തന്നെ ഈ വിമർശനങ്ങൾ കേട്ടപ്പോൾ ഇന്ന് തോന്നിപ്പോയി. കാരണം നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാമ്പൊന്നും ഉൾക്കൊള്ളുന്നില്ല. ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് ഇരുന്ന് വിമർശിക്കുകയാണ് എന്ന മട്ടിൽ. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് CPIM-നെയും SFIയെയും ഒക്കെ അങ്ങ് നന്നാക്കി കളയാം എന്ന് കരുതി നമ്മളെല്ലാവരും രാവിലെ മുതൽ കുത്തിയിരുന്നങ്ങ് അവരെ വിമർശിക്കുകയാണ്. ഞങ്ങളെ വിമർശിക്കാനുള്ള തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ അവർക്കൊരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഇരുന്ന് വിമർശിക്കുകയാണ് എന്ന മട്ടിൽ അത് എടുക്കുമ്പോൾ ഒരിക്കലും ആ തെറ്റുപറ്റിയ സംഘടനയ്ക്കോ തെറ്റുപറ്റിയ വ്യക്തികൾക്കോ ആ വിമർശനം ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയില്ല എന്നത് വെളിവാക്കപ്പെടുകയാണ്. അത് നോക്കൂ, നമ്മൾ വിമർശിക്കുന്നത് മാത്രമല്ലല്ലോ മാധ്യമങ്ങൾ. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ലാർജർ പിക്ചറാണ്. മാധ്യമങ്ങൾ വിമർശിക്കുന്നത് എന്തിനെയാണ്? തെറ്റിനെയാണ്, അല്ലാതെ ആ വ്യക്തിയെയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെയോ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഏതെങ്കിലും പേഴ്സണാലിറ്റിയെയോ അല്ല. പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തെയാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയോടുള്ള ഇഷ്ടക്കേടായി അല്ലെങ്കിൽ SFIയോടുള്ള ഇഷ്ടക്കേടായി CPIM-നോടുള്ള ഇഷ്ടക്കേടായി അങ്ങനെ പൊതുവൽക്കരിക്കുകയാണ്. ആ പ്രശ്നത്തിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കാനോ ആ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനോ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവും നടത്തിയതായി ഈ ദിവസങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല. നേതാക്കൾ ഓരോരുത്തരും വന്ന് ഇന്ന് ന്യായീകരിക്കുന്നതാണ് കണ്ടത്. നോക്കൂ, LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്നതായി കേട്ടത് 2 പേർക്ക് നേരെ, 2 MLA-മാർക്ക് നേരെ വിമർശനമുണ്ടായി. ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് വാളൂർ സോമൻ. ഈ 2 MLA-മാരെയും ശാസിച്ചത് എന്തിനാണെന്നറിയോ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുവെന്നാണ് വാർത്തകളൊക്കെ വന്നത്. അതായത് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി സംബന്ധിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ഒന്ന് കോർത്തിരുന്നു. ടൂറിസം വകുപ്പാണ് അതിന് വഴിമുടക്കിയായി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. വാളൂർ സോമൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വനാതിർത്തിയിലുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രനെതിരെ വിമർശനം ഉയർത്തി. ഇത് രണ്ടും നിയമസഭയിലാണ് നടന്നത്. നമ്മുടെ ആളുകളെക്കുറിച്ച് നമ്മൾ തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഇതേ രീതിയിലുള്ള വിമർശനം സഭയിൽ തന്നെ ഉന്നയിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വായടപ്പിക്കുകയാണ്. അതായത് വിമർശനങ്ങൾ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് തിരുത്തലുകൾ ഉണ്ടാവുക? അതിപ്പോൾ മനുഷ്യനായാലും ഒരു സമൂഹത്തിനായാലും തിരുത്തലുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പോൾ ആ തിരുത്തൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം. അത് കേൾക്കാനുള്ള മനസ്സ് എന്ന് മാത്രമല്ല, മിണ്ടരുത് നാവരിയും എന്നത് തന്നെയാണ് ആ യോഗത്തിൽ നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇനി ആരും ഇതേ രീതിയിൽ നിയമസഭയ്ക്കുള്ളിൽ പറയാൻ വരേണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ശാസന അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ LDF-ൽ നടന്നത് ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കാത്ത ആളായതുകൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ, അറിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, സ്വന്തം മുന്നണിക്കുള്ളിലെ MLA-മാർക്ക് തന്നെ സ്വതന്ത്രമായി ഒരു വകുപ്പിന് നേരെയുള്ള വിമർശനം, അതായത് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിയമസഭയിൽ പറയുന്നതിന് പോലും വിലക്കുള്ള രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തിനാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ MLA ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നത്? എല്ലാം പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഇരുന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ തീരുമാനത്തിനാണ് എല്ലാം വിടേണ്ടതെങ്കിൽ എന്തിനാണ് 140 മണ്ഡലങ്ങളിൽ നിന്നും MLA-മാർ? എന്തായാലും 140-ലും ഒന്നും CPIM ജയിക്കാൻ പോകുന്നില്ല, CPIM LDF ഒന്നും ജയിക്കാൻ പോകുന്നില്ല. ഇത്രയും ജയിച്ചു വരുന്ന MLA-മാരോട് നിങ്ങളൊക്കെ വെറുതെ അങ്ങ് ജയിച്ചു വന്നിരുന്നാൽ മതി, തീരുമാനമെടുക്കാനുള്ളതും നടപ്പാക്കാനുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അങ്ങനെ ഒരു മർക്കടമുഷ്ടി പ്രയോഗമൊന്നും നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ടേക്ക്. രണ്ടാമത്തേത്, ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ന്യായീകരണമാണ്. അദ്ദേഹം പറഞ്ഞു, നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം മാറ്റണം എന്നുള്ള കേന്ദ്ര കമ്മിറ്റിയിലെ വിലയിരുത്തൽ. ഉണ്ണിസാർ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും അത് വായിക്കും. CC-യുടെ തീരുമാനമാണ്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ച റിപ്പോർട്ട് CC തള്ളി എന്ന് പറഞ്ഞാണ് ആദ്യം വാർത്ത വന്നത്. അതിനെ ആദ്യം ന്യായീകരിച്ചു. അങ്ങനെയല്ല, ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ സംസ്ഥാന ഘടകത്തിന് തന്നെ ഇതേ അഭിപ്രായമുണ്ട് എന്നുള്ളത് ഇന്ന് MV ഗോവിന്ദൻ എന്ന CPIM സംസ്ഥാന സെക്രട്ടറി ശരിവെക്കുകയാണ്. അഹങ്കാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഞങ്ങൾക്ക് അഹങ്കാരമുണ്ടെന്ന്. ഞങ്ങളത് ഉയർന്ന ഘടകത്തെ അറിയിച്ചു, അവരും അത് ശരിവെച്ചു. അവർക്കും അറിയാം ഞങ്ങൾക്ക് അഹങ്കാരമുണ്ടെന്ന്. അതായത് പാർട്ടിക്കും നേതാക്കൾക്കും എല്ലാവർക്കും അറിയാം ഞങ്ങൾ അഹങ്കാരികളാണ്. അത് നാട്ടുകാർ പറയുമ്പോൾ, അതായത് മാധ്യമങ്ങൾ പറയുമ്പോൾ, ആ മാധ്യമങ്ങൾ ആരായി? തെറ്റുകാർ. നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞങ്ങളെ അഹങ്കാരികളെന്ന് നിങ്ങൾ വിളിക്കാൻ പാടുണ്ടോ? ബഹുമാനപ്പെട്ട നേതാക്കളെ, നിങ്ങളുടെ പാർട്ടിയും പാർട്ടിയുടെ 2 ഘടകങ്ങളും കണ്ടെത്തിയ കാര്യങ്ങളല്ലേ മാധ്യമങ്ങൾ പറഞ്ഞുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞതാണോ? ഈ അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത്രയ്ക്ക് അസഹിഷ്ണുത എന്തിനാണ്? അതാണ് രണ്ടാമത്തെ ടേക്ക്. പിന്നെ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് SFIയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാദമാണ്. ഇവിടെ ആരാണ് പർവ്വതീകരിച്ചത്?
നടന്ന സംഭവങ്ങൾ ദൃശ്യങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നു. കണ്ണൂർ എരിപുരത്തെ സംഭവം ദൃശ്യമുണ്ടായിട്ടും ഞാനത് കണ്ടില്ല, എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞതാരാ? മുഖ്യമന്ത്രി. നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും പോകുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ പർവ്വതീകരിക്കുന്നതും കാര്യങ്ങൾ ഇല്ല എന്ന് കള്ളം പറയുന്നതും ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. SFIയെ തിരുത്തണം എന്നതിൽ MV ഗോവിന്ദൻ മാഷിന് തർക്കമില്ല എന്നൊരു ടേക്ക് കൂടി നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് ഈ തിരുത്തലൊന്നും വേണ്ട എന്നുള്ള ഒരു ടേക്ക് ആണെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് അങ്ങനെയല്ല, SFIയെ തിരുത്തേണ്ടതുണ്ട് എന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് മുഴുവനായും മുഖ്യമന്ത്രിയെ MV ഗോവിന്ദൻ മാഷ് എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണെങ്കിൽ ഉണ്ണിസാറിനും മാഡത്തിനും തിരുത്താം. SFIയുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോവുകയാണ്. അതിൽ സംഘടനയ്ക്ക് ഒരു പുതിയ മാർഗ്ഗരേഖയൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഒരു ശുദ്ധികലശം SFIക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ചില മുഖങ്ങളൊക്കെ മാറുകയും ചില രീതിയിലുള്ള, അതായത് എല്ലാവരും ഒന്നും മോശമല്ല, SFI എന്ന സംഘടനയും മോശമല്ല, അതാണ് എൻ്റെ അഭിപ്രായം ആ വിഷയത്തിൽ. പക്ഷേ ചില ആളുകൾക്ക് ഒരു ധാർഷ്ട്യമുണ്ട്, ചില ആളുകൾക്ക് ഞങ്ങളെ നന്നാക്കാൻ ആരും വരേണ്ട എന്നുള്ള ഒരു സ്വയം ചിന്തയുണ്ട്. അത് മുതിർന്ന നേതാക്കൾക്കുള്ള അതേ കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ധാർഷ്ട്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുമ്പോൾ അതേ രീതിയിൽ അത് പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ള കുറേ നേതാക്കളൊക്കെ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാ നേതാക്കളുമല്ല, എല്ലാ നേതാക്കളും അങ്ങനെയല്ല എന്ന് മാത്രമല്ല, ചില നേതാക്കളൊക്കെ വളരെ നല്ല നേതാക്കളുമാണ്. അപ്പോൾ നല്ലവരെ നല്ലതെന്നും മോശം കാണിച്ചാൽ മോശമെന്നും പറയണം. അതിനെയാണ് വിമർശനം എന്ന് പറയുന്നത്. ആ വിമർശനത്തെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളാൻ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തയ്യാറാകുമ്പോഴാണ് ഏത് പാർട്ടിയായാലും അതിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇനി ബിനോയ് വിശ്വത്തിന് മറുപടിയോ എന്ന നേതാക്കളെ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് AK ബാലനാണ് ആദ്യം ചാടിയിറങ്ങി വരുന്നത്. SFI വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല, പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ശ്രമിക്കില്ല, മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആയാലും. അത് സഹിഷ്ണുതയില്ലായ്മയൊന്നുമല്ല, ഒന്നാന്തരം ഭീഷണിയാണ്. AK ബാലനെ അങ്ങ് ഉറഞ്ഞു തുള്ളി അങ്ങ് വിട്ടിരിക്കുകയാണ്. AK ബാലൻ രാവിലെ വന്ന് എല്ലാവരെയും അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളാരും മിണ്ടിപ്പോകരുത്, നിങ്ങളാരും നന്നാക്കാൻ വരണ്ട എന്നുള്ള ലൈനിലുള്ള ഒരു ഭീഷണി. അത് ബിനോയ് വിശ്വത്തിന് നേരെയുമാണ്, മാധ്യമങ്ങൾക്ക് നേരെയുമാണ്, വിമർശിക്കുന്ന എല്ലാവർക്കും നേരെയാണ്. അതുകൊണ്ടാണല്ലോ ഈ വാക്ക് എടുത്തു പറയുന്നത്. മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും നീ ഒന്നും എന്നെ പഠിപ്പിക്കാനായിട്ടില്ല എന്ന് ചില ചട്ടമ്പിമാരൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ലൈൻ. NN കൃഷ്ണദാസ് കുറച്ചുകൂടി കടുപ്പിച്ച് പഴയ ചില ചരിത്രമൊക്കെ വെച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് പ്രതികരണവുമായി വരുന്നത്. ബിനോയ് വിശ്വം AISFന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന അന്തക്കാലമാണ് ഓർമ്മിപ്പിക്കുന്നത്. അന്ന് പാലക്കാട് ചിറ്റൂർ കോളേജിൽ വന്നപ്പോൾ അന്ന് സുരക്ഷയൊരുക്കിയത് SFI ആണ്. AISFന് ആകെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം KSUവിനെ പുകഴ്ത്തി SFIയെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് പോകുന്നത്. ആർക്കാണ് സഖാവെ ഒരു തെറ്റും പറ്റാത്തവരായി ഉള്ളത് എന്ന NN കൃഷ്ണദാസിന്റെ ആ ചോദ്യം ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. അത് സ്വയം ചോദിക്കേണ്ടതാണ്, പാർട്ടിയാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഖാവെ തെറ്റുപറ്റാത്തവരായി ആരുമില്ല. തെറ്റ് കണ്ടാൽ പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും തിരുത്താൻ പറയുമ്പോൾ അത് തിരുത്തുകയും ചെയ്യണം. അല്ലാതെ പറഞ്ഞവനെ കുറ്റം പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞവൻ്റെ മെക്കിട്ട് കയറാൻ വരുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ അവരെ ഉപയോഗിച്ച് തെറ്റ് തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ് രണ്ടാമത്തേത്. തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ മാത്രമാണോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുറേ ആളുകൾക്കൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പേടിയാണ് തുറന്നു പറയാൻ. തുറന്നു പറയുന്നവർക്ക് നേരെ ഇതാണ് വിമർശനം എന്ന് കണ്ടുകൊണ്ടാണ് ഇതേ അഭിപ്രായമുള്ള പലരും മിണ്ടാതെ ഇരിക്കുന്നത് എന്നത് തിരിച്ചറിയുക. ജനങ്ങളെ കൂടിയാണ് ഞാൻ പറഞ്ഞത്. SFIയെ വലതുപക്ഷത്തിന് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. SFIയെ അങ്ങനെ ഇല്ലായ്മ ചെയ്യണം എന്ന ഒരു അഭിപ്രായം ആർക്കുമില്ല. പക്ഷേ SFI ചെയ്യുന്ന തെറ്റെന്താണോ ആ തെറ്റ് തെറ്റാണെന്ന് പറയണം. KS ചെയ്താൽ ആ തെറ്റ് പറയണം. ABVP ആണെങ്കിൽ പറയണം, MSF ആണെങ്കിൽ പറയണം. ആരുടെ തെറ്റാണെങ്കിലും അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറയാൻ കഴിയുമ്പോഴാണ് അത് യഥാർത്ഥ വിമർശനമായി മാറുന്നത്. അല്ലാതെ CPIMന് നേരെയും SFIക്ക് നേരെ മാത്രമല്ലല്ലോ ഈ നാട്ടിൽ വിമർശനം വരുന്നത്. KSUവിൻ്റെ എത്ര കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ചർച്ച ചെയ്തിട്ടുണ്ട്, BJPയുടെ ചർച്ച ചെയ്തിട്ടുണ്ട്, RSSൻ്റെ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വിമർശനങ്ങൾ എല്ലാവർക്കും നേരെയും മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് സെലക്റ്റീവാണ് എന്ന് തോന്നുന്നത് അവനവന് നേരെ വരുമ്പോൾ മാത്രമാണ്. ഇനി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞൊന്നും തിരുത്തില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. SFIയുടെ ചോര കുടിക്കാൻ ഞാനും അനുവദിക്കില്ല. എൻ്റെ ഉദ്ദേശം SFI തിരുത്തുക എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനൊരു ബാധ്യതയായി SFI മാറാതിരിക്കുക. അതായത് എന്താണോ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ബിനോയ് വിശ്വം. അത് സദുദ്ദേശത്തോടു കൂടിയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലതുപക്ഷ അജണ്ടയിൽ നേതാക്കൾ വീണു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ബിനോയ് വിശ്വത്തെ വരെ PM മാഷ് ഉപദേശിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. അതിന് AISF മറുപടി കൊടുക്കുന്നുണ്ട്. ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാനൊന്നും SFI ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ രീതിയിൽ ടേക്കപ്പ് ചെയ്ത് പോവുകയാണ്. അത് സംഘടനകൾ തമ്മിലുള്ള കാലങ്ങളായുള്ള വൈരമാണ്. AISFും SFIയും തമ്മിലുള്ള ആ വൈരം. രണ്ട് CPIയും CPIMും ഒരു മുന്നണിയായെങ്കിലും ഈ രണ്ട് സംഘടനകളും തമ്മിൽ അത്രയും ഒരു ആത്മബന്ധമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ പല വിഷയങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ ഇപ്പോൾ അസഹിഷ്ണുത ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ പലവട്ടം ചർച്ച ചെയ്തതിലൂടെയും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെയും എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് CPIMനെയും SFIയെയും ഒക്കെ തിരുത്തി നന്നാക്കി കളയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമിരുന്ന് വിമർശിക്കുന്നതായിട്ട് ദയവ് ചെയ്ത് കാണരുത്. ഒരു വിഷയത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വിമർശനം ഉൾക്കൊള്ളേണ്ട. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി, അത്രയേ ഉള്ളൂ. Meet the editors.